ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റൗസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് രാവിലെ പുട്ടിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഈ ചെറുപയർ കറി തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് ചെറുപയർ തന്നെയാണ്. ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു സവോളയോ ചെറിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ പീസുകളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് തേങ്ങാപ്പാൽ, വളരെ കുറച്ച് അളവിൽ മതി. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുന്നെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആദ്യം ഈ ചെറുപയർ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ അത് നല്ലതായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം. നമ്മുടെ പയർ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒരു ശകലം കറിവേപ്പിലയും ചേർത്ത് ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ശകലം ഉപ്പും കൂടെ ചേർക്കാമെങ്കിൽ എളുപ്പത്തിലങ്ങായി കിട്ടും. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ഈ ഒരു പരുവം മതി. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്ന മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഞാൻ മസാലയായിട്ട് ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പയറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൂസ് എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നനുസരിച്ചിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കിനി ലാസ്റ്റിലില്ല ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കുറുകിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കും. നമ്മുടെ കറിക്ക് ഒരു ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കിക്കൊണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എളുപ്പം അങ്ങ് വാങ്ങാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ച് ഒഴിക്കണം. കണ്ടോ, പാകമായി. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത് കേട്ടോ. ഞാൻ പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചിട്ടില്ല. നമ്മൾ സവോള വഴറ്റിയപ്പോൾ മാത്രമാണ് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തത്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ശകലം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇപ്പോൾ ചേർക്കണം. കടുക് വറക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചെറുപയർ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.